യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് കൂടി ചേരുന്നു. സ്വാഗതം മനുപ്രസാദ്. ഇവിടെ SFIയുടെ വളരെ കാടത്തപരമായ സമര രീതി നമ്മൾ കാണുകയാണ്. സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ ശവസംസ്കാര കർമ്മങ്ങൾ അവർ ക്യാമ്പസിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പലതരത്തിലുള്ള സമരങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ SFIയെ പോലെ ഇത്രയും ക്രൂരമായ കാടത്തപരമായ സമീപനം മറ്റൊരു സംഘടനയും നടത്തി കണ്ടിട്ടില്ല. അവർ പ്രിൻസിപ്പലിൻ്റെ ശവമഞ്ചം ഒരുക്കുന്നു, അധ്യാപകൻ്റെ കസേര കത്തിക്കുന്നു, ഇപ്പോൾ ഒരു വൈസ് ചാൻസലറുടെ ശവസംസ്കാര കർമ്മം പ്രതീകാത്മകമായി നടത്തുന്നു. എങ്ങനെ കാണുന്നു SFIയുടെ ഈ ഇത്തരം ഗുരുനിന്ദയെ ശ്രീ മനുപ്രസാദ്? അല്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നു തള്ളിയ സംസ്കാരം പിന്തുടരുന്നവരാണ് SFI. അവരിതല്ല ഇതിനപ്പുറവും കാണിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അവർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ കാടത്തവും ഈ മലിനീകരണമായ സമീപനങ്ങളും എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും അവസാനിപ്പിക്കും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് ഇപ്പോഴും അവർ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന സന്തോഷം എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. കാരണം എന്താണ്? കാരണം കേരളത്തിൽ എത്രയോ മാതൃകാപരമായ സമരങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്ന സാഹചര്യം, പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് SFIക്കാർ സംസ്കൃത തന്നെ സർവകലാശാലയിലെ ABVPക്കാർ നട്ട മരങ്ങൾ മുഴുവൻ പിഴുതെറിഞ്ഞു. ABVP അതിന് സമരം ചെയ്തത് SFIക്കാർ നട്ട മരങ്ങളിലെല്ലാം വെള്ളമൊഴിച്ചുകൊണ്ടായിരുന്നു സമരം നടത്തിയത്. ലൈബ്രറിയിൽ പുസ്തകങ്ങളുടെ കുറവുണ്ടായിരുന്നു എന്ന നിലയിൽ കുട്ടികൾക്ക് കൃത്യമായി പുസ്തകങ്ങൾ കിട്ടുന്നില്ല തുടങ്ങിയ വിഷയങ്ങൾ നിൽക്കുമ്പോൾ ലൈബ്രറിക്ക് മുന്നിൽ വായനാ സമരം നടത്തിക്കൊണ്ട് ഒരു സമരം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ന്യായമായ ആവശ്യങ്ങൾ ഒരു ജനാധിപത്യ സമരങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ ശക്തമായ പോരാട്ടങ്ങൾ നടത്തി പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി നിരവധി സമരങ്ങൾ ഭരണകൂടത്തിനെതിരെയും നടത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം അഭിമാനത്തോടുകൂടി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനും അതുപോലെ തന്നെ യുവജന സംഘടനകൾക്കും പറയാൻ പറ്റും, ഇതുപോലെ അപമാനകരമായ തെറ്റായ പ്രവണതകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഒന്നിന് നേതൃത്വം കൊടുത്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ ചരിത്രത്തിൽ SFIയുടെ പേരെടുത്തു വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ സമൂഹത്തിന് യോജിക്കാത്തത്, ഏതെങ്കിലും സാംസ്കാരികമായി നടക്കേണ്ട കൃത്യങ്ങളെയെല്ലാം അപമാനിക്കുക തുടങ്ങിയ വിധത്തിലാണ് അവർ ഈ സമരങ്ങളെയെല്ലാം കൊണ്ടുപോകുന്നത്. പുരോഗമനം എന്ന വാക്കുപയോഗിച്ച് എന്ത് നെറികേടും തെമ്മാടിത്തരവും കാണിക്കാൻ തയ്യാറായിട്ടുള്ളൊരു വിഭാഗമാണ് കേരളത്തിൽ SFIയും DYFIയും ഒക്കെ സമൂഹത്തിന് നന്നായിട്ട് അറിയാം. എന്തുകൊണ്ടാണ് ഇവർ ഇന്ന് ഒരു സ്ഥലത്തേക്ക് ചുരുങ്ങിപ്പോയതെന്നും ഇന്ന് ഇവരെ ആരും മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതിൻ്റെയും ഒക്കെ പ്രധാന ഉദാഹരണമായി ഇത്തരം സംഭവങ്ങൾ കാണുന്നുണ്ട്. ഗുരുക്കന്മാർക്കെതിരെയുള്ള പ്രതിഷേധം നടത്തുന്നതിനെ അല്ല ഞാൻ എതിർക്കുന്നത് ഈ വിഷയത്തിൽ. പക്ഷേ ആ പ്രതിഷേധം ചൂണ്ടിക്കാണിക്കാൻ ജനാധിപത്യപരമായ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതായിട്ടുള്ള സമരമുറകൾ ധാരാളം ഈ നാട്ടിലുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് ഇത്ര പ്രാകൃതമായ മനുഷ്യത്വ വിരുദ്ധമായ മാനസികാവസ്ഥയിലേക്ക് ഒരു വിഭാഗം വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ ഇവർ നടത്തുന്ന പരിശ്രമത്തെ അങ്ങേയറ്റം പ്രതിഷേധിക്കുന്നു. ഇത് ലോകം മുഴുവൻ കൊന്നൊടുക്കിയ, നാടുകളെ മുഴുവൻ നശിപ്പിച്ച, ലോകത്തെ മുഴുവൻ ഛിന്ന ഭിന്നമാക്കിയ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ തുടർച്ചയാണ് എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ മനുപ്രസാദ്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്.